പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇതുവരെ പറഞ്ഞ ഒക്കെ വീഡിയോകളിൽ നിന്നും വ്യത്യസ്തമായിട്ട്, എന്നാൽ എൻ്റെ എല്ലാ വീഡിയോകളിലും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ കൊടുക്കത്തക്കവണ്ണമുള്ള എന്തെങ്കിലും വാക്കുകൾ എന്നിലൂടെ വരാറുണ്ടായിരുന്നു. നമ്മൾ ഒരു സമൂഹത്തിൽ ഒരു വ്യക്തി സമൂഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ സാമൂഹിക പ്രതിബദ്ധതയുള്ള, രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, ഒരു ഭാരത പൗരൻ എന്ന നിലയ്ക്ക്, നമ്മുടെ ഭാരതത്തിലും അതുപോലെ ആകമാനവും നടക്കുന്ന എല്ലാ സംഭവങ്ങളിലും നമ്മളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവെയറായിരിക്കണം, ഇൻവോൾവ് ആയിരിക്കണം, നമ്മൾക്ക് അഭിപ്രായങ്ങളും ഉണ്ടായിരിക്കണം. അതാണ് ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ, നല്ല ഒരു പൗരബോധത്തിൻ്റെ അടയാളമെന്ന് പറയുന്നത്. നമ്മുടെ ഏറ്റവും വലിയ ഒരു മാമാങ്കം വരാൻ പോവുകയാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ജനാധിപത്യ മഹോത്സവം നടക്കാൻ പോവുകയാണ്. അതായത് പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട്. ദിവസേന പത്രദ്വാരായും ചാനൽ ദ്വാരായും, അല്ലെങ്കിൽ പത്രത്തിലൂടെയും ചാനലിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും, അതുപോലെ ആളുകൾ തമ്മിലുള്ള ആശയവിനിമയത്തിലൂടെയും ഒക്കെ ധാരാളം കാര്യങ്ങൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, നമ്മൾ ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, എന്തിനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്, എന്തിനു വേണ്ടിയാണ് നമ്മൾ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു സാധാരണ പൗരബോധമുള്ള ഒരു വ്യക്തിയെ മനസ്സിൽ വല്ലാതെ അലട്ടുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് തിരഞ്ഞെടുപ്പും അതിനോടനുബന്ധിച്ചുള്ള വോട്ട് ചെയ്യുന്നതും, നമ്മളുടെ വോട്ടവകാശം വിനിയോഗിക്കുക എന്ന് പറയുന്നത്. അതായത് ലോകത്ത് അനേകം രാജ്യങ്ങളുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന, ജനങ്ങളുടെ എല്ലാവിധ പൗരാവകാശങ്ങളും നിലനിർത്തി പോകുന്ന, ഇത്രയധികം സ്വാതന്ത്ര്യം ഉള്ള ദുരുപയോഗം ചെയ്യപ്പെട്ടതെന്നുകൂടെ നമുക്ക് പറയേണ്ടി വരും. സ്വാതന്ത്ര്യം, അത്ര വ്യക്തി സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യം ലോകത്ത് മറ്റെവിടെയെങ്കിലും കാണുമോ എന്ന് നമുക്ക് സംശയമാണ്. ഇപ്പം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയാണെങ്കിലും രാഷ്ട്രത്തിൻ്റെ എല്ലാ ചട്ടക്കൂടുകളും ഭാരത പൗരൻ്റെ അവകാശ സംരക്ഷണത്തിനായിട്ട് നിലകൊള്ളുന്നതാണ്. എല്ലാവർക്കും ഇതെല്ലാം അറിയാം. പക്ഷേ നമുക്കെല്ലാം അറിയാം, ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ പോലാണ് ഇന്നത്തെ ഭൂരിഭാഗം പേരുടെയും അവസ്ഥ. ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം. എനിക്ക് ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എനിക്ക് പറയാനുള്ള എൻ്റെ അഭിപ്രായങ്ങൾ, ഞാനിപ്പോൾ എന്തായാലും ഒരു മീഡിയ ഞാൻ ഉപയോഗിക്കുന്നു. ആ മീഡിയയിലൂടെ പറയുക എന്നുള്ളത് എൻ്റെ കടമയാണെന്നും എൻ്റെ രാഷ്ട്രബോധമാണെന്നും എൻ്റെ പൗരബോധമാണെന്നും ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് അത് ഞാൻ നിങ്ങളോട് സംവദിക്കാമെന്ന് നിൽക്കുന്നു. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, തിരസ്കരിക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു മാത്രം. ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മളുടെ എന്ത് കാര്യം, ഈ ഭൂമി അല്ലെ ഈ പ്രപഞ്ചം, ഈ ലോകം, ഈ രാജ്യങ്ങൾ, ജനങ്ങൾ, വസ്തുക്കൾ എന്തുമുണ്ടായതിന് ശേഷം അതിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മാറ്റങ്ങൾ സംഭവിക്കും. മാറ്റമില്ലാത്തത് മാറ്റം എന്ന വാക്കിന് മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും മാറും. മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ അത് നിങ്ങളെ മാറ്റുമെന്നാണ് കവി പോലും പാടിയിരിക്കുന്നത്. അതായത് ചട്ടങ്ങളും മാറ്റപ്പെടണം, കാലാനുസൃതമായിട്ട് നിയമങ്ങൾ മാറണം, അതനുസരിച്ചുള്ള നമ്മുടെ പൗരബോധം മാറണം.
ആശയങ്ങൾ മാറണം, ചിന്താഗതി മാറണം, എല്ലാം മാറണം. ആ മാറുമ്പോൾ മാത്രമേ നമ്മൾ ആധുനികമായിട്ട് ചിന്തിക്കാനും നമ്മുടെ രാഷ്ട്രസങ്കല്പത്തിനനുസരിച്ച് ജീവിക്കാനും നമുക്ക് നമ്മുടെ കാലത്തിനനുസരിച്ച് മുന്നോട്ട് പോകാനുമായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. നമുക്കറിയാം, ഒരു 50 വർഷമോ 100 വർഷമോ ഉള്ള ഭാരതമല്ല, ലോകമല്ല എന്നുള്ളത്. അപ്പം ഭാരതം മാറി, ലോകരാജ്യങ്ങളെല്ലാം മാറി, പുരോഗതിയുടെ പാതയിലോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തെ ഓരോ രാജ്യങ്ങളും. അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഭാരതം ഒരു 50 വർഷം പുറകോട്ടാണ് പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് ടെക്നോളജിയിലാണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറിലാണെങ്കിലും ഒക്കെ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്തായാലും സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മളാരും ചിന്തിക്കാത്ത, ലോകത്തെ ആരും ചിന്തിക്കാത്ത അത്ര ഒരു കുതിച്ചുചാട്ടം എല്ലാ രംഗത്തും ഭാരതത്തിനുണ്ട്. ഈ കുതിച്ചുചാട്ടം ഉണ്ടാക്കിയത് ആരാണ്? അതെങ്ങനെയാണ് അത് ഉണ്ടായത്? ഇതെല്ലാം നമ്മളുടെ ഒക്കെ ചിന്തയ്ക്ക് പാത്രമാകേണ്ടതാണ്. ഇത് രാഷ്ട്രീയം മാറ്റിവെച്ച് ഞാൻ എപ്പോഴും പലപ്പോഴും ഞാൻ പല സ്ഥലങ്ങളും പറയാറുണ്ട്, രാഷ്ട്രമാണ് വലുത്, രാഷ്ട്രീയമല്ല. ഞാൻ അങ്ങനെ ഒരു ചിന്താഗതിക്കാരിയാണ്. ഇപ്പം നമ്മൾ വളർന്നു, സ്കൂളിൽ പഠിച്ചു, കോളേജിൽ പഠിച്ചു. സ്കൂളിൽ അന്ന് രാഷ്ട്രീയം വലുതായിട്ടില്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് കോളേജുകളിലുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കോളേജിലുണ്ട്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവജന സംഘമുണ്ട്, കോൺഗ്രസിൻ്റെയുമുണ്ട്. പിന്നെ ജനതാ പാർട്ടിയുടെ ഒന്നും അന്ന് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടി തന്നെ അന്ന് രൂപീകരിക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് ജനതാ പാർട്ടിയുടെ ജനതാദൾ എന്നും പറഞ്ഞുകൊണ്ട് എനിക്കറിയാം. ഞാൻ മർത്തോമ കോളേജ് തിരുവല്ലയിൽ പഠിക്കുമ്പോൾ അന്ന് ജനതാദളിലൊക്കെ അംഗമായിരിക്കുന്ന പല ആളുകളും പിന്നീട് MLA-മാരൊക്കെ ആയിട്ടുണ്ട്. സമീപ സ്ഥലങ്ങളിൽ നിന്നും മന്ത്രിമാരായിട്ട് വരുന്നിട്ടുണ്ട്, തിരുവല്ലയിൽ നിന്നും കല്ലൂപ്പാറയിൽ നിന്നൊക്കെ. അവരുടെ പേരുകളും എനിക്കറിയാം, അവരെയും എനിക്കറിയാം. അപ്പോൾ ജനതാദളിൻ്റെ ഭാഗമായിട്ട് പിന്നീടാണല്ലോ ഭാരതീയ ജനതാ പാർട്ടിയൊക്കെ ഉണ്ടായത്. അപ്പോൾ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ജനതാദളായാലും ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ആയാലും ഏതു പാർട്ടി എന്ന് നോക്കിയല്ല നമ്മളൊരു വ്യക്തിയെ നമ്മുടെ ജനപ്രതിനിധിയായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത് പാർലമെൻറ്റിലേക്ക് അയക്കേണ്ടത്. പാർലമെൻറ്റിലേക്ക് നമ്മൾ അവരെ അയക്കുമ്പോൾ 5 വർഷക്കാലം അവരവിടെ പോയി അവരുടെ പാർലമെൻറ്റിൽ അവരുടെ കടമ അവർ യഥാർത്ഥത്തിൽ നിർവഹിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള യാതൊരു ഉപാധിയും നിയമങ്ങളും ഇന്ന് നിലവിലല്ല. അതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. നമ്മളൊരാളെ ആളുകൾ ഒരുപാട് പറഞ്ഞു കേട്ടും രാഷ്ട്രീയ പ്രലോഭനങ്ങളിൽ വീണും പ്രസംഗങ്ങളിൽ ലയിച്ചും അങ്ങനെ നമ്മൾ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ട് നമ്മൾ ഒരാളെ ജയിപ്പിച്ചു വിടുന്നു, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ. അങ്ങനെ കഴിഞ്ഞ എത്ര വർഷക്കാലമായിട്ട് നമ്മൾ ഇങ്ങനെ ഓരോരുത്തരെ ജയിപ്പിച്ച് പാർലമെൻറ്റിലേക്കും നിയമസഭയിലേക്കും നമ്മൾ വിടുന്നുണ്ട്. പക്ഷേ അവരവിടെ പോയിരുന്ന് നിയമസഭയിലാവട്ടെ പാർലമെൻറ്റിലാവട്ടെ തിരിച്ച് അവരെ ജയിപ്പിച്ചു വിട്ട ജനങ്ങളോട് അവരവർ നീതി പുലർത്തുന്നുണ്ടോ, അവരുടെ അവകാശങ്ങൾ അവർക്ക് അവകാശങ്ങൾ ലഭിക്കുന്നുണ്ടോ, അവർക്ക് ന്യായമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നുണ്ടോ എന്ന് ഈ ജനപ്രതിനിധികളായിട്ടുള്ള MLA-മാരോ MP-മാരോ ചിന്തിക്കുന്നുണ്ടോ, അതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ജനങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ട, പുനർചിന്തിക്കേണ്ട, വിശകലനം ചെയ്യേണ്ട ഒരു സമയമാണ് ഇലക്ഷൻ സമയം എന്ന് പറയുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് സമയങ്ങൾ. നമ്മൾ വെറും കഴുതകളായിട്ട് ഇവരുടെ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും കേട്ട് പാർട്ടി ചിഹ്നത്തിൽ ആകൃഷ്ടരായി ഇല്ലാത്തയും പൊല്ലാത്തയും നുണകൾ കേട്ട് പരസ്പരം പോരടിക്കുമ്പോഴും പരസ്പരം പറയുന്ന ആരോപണങ്ങളിൽ വീണ് എന്തിനോ വേണ്ടി കണ്ണടച്ചിരുട്ടാക്കി നമ്മൾ കണ്ണ് തുറന്ന് ചുറ്റും കാണാതെ നമ്മുടെ മനസ്സും ബുദ്ധിയും പ്രവർത്തിപ്പിക്കാതെ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ വോട്ട് ചെയ്ത് ചിഹ്നം മാത്രം നോക്കി വോട്ട് ചെയ്ത് വിടുന്നുടനെ നമ്മുടെ പ്രദേശത്തിന്, നമ്മുടെ ആൾക്കാർക്ക്, നമ്മുടെ സംസ്ഥാനത്തിന് എന്ത് ഗുണമാണ് അവർ കൊണ്ടുവരുന്നത്? ഉദാഹരണമായിട്ട് നമ്മുടെ ഇത്രയും 10-28 സംസ്ഥാനങ്ങളുള്ളതിൽ നമ്മൾ ഇന്ത്യ മൊത്തം സഞ്ചരിച്ചിട്ടുള്ളവർക്കറിയാം, ഒരു വട്ടമെങ്കിലും. ഞാൻ എല്ലാ സംസ്ഥാനത്തും പോയിട്ടില്ല, എങ്കിലും നമ്മളുടെ സംസ്ഥാനം വിദ്യാഭ്യാസപരമായിട്ട് ഞാനൊക്കെ പഠിക്കുന്ന കാലം തൊട്ട് എനിക്കറിയാം.
നമുക്കറിയാവുന്ന കാര്യമാണ്. കേരളത്തിലെ വിദ്യാഭ്യാസം വളരെ ഉയർന്ന നിലവാരം പുലർത്തിയിരുന്നു. ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തും പോയി എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ച് നമ്മുടെ ആൾക്കാർ അവർ ജോലി നേടി സാമ്പത്തികമായിട്ട് ഉന്നതിയിലെത്തി. ആ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ അവരുടെ സമ്പദ് വ്യവസ്ഥയെയും അതുപോലെ അവരുടെ രാഷ്ട്രത്തിലെയും അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെട്ട അവരെയും പുരോഗതിയുടെ പാതയിലേക്ക് നയിക്കുകയും അതുപോലെ അവിടെ പോയിട്ട് അയക്കുന്ന പൈസ കൊണ്ട് ലഘുവായിട്ട് പറഞ്ഞാൽ നമ്മുടെ നാടും പുരോഗമിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും നമുക്കെല്ലാം അന്ന് തൊഴിൽ സാധ്യതയുണ്ടായിരുന്നു. അങ്ങനെ ജോലിയും കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ലോക നിലവാരത്തിലോ മറ്റ് സംസ്ഥാനത്തിൻ്റെ നിലവാരത്തിലോ ഒന്നും എത്താതെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ കുറേ കാലഘട്ടം. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ട് അധ്യാപകരും അതേപോലെ തന്നെ അവരെ നയിക്കുന്നവരും സർക്കാരും ഒക്കെ യൂണിവേഴ്സിറ്റി തലത്തിലും ഒക്കെ തന്നെ യാതൊരു പരിഷ്കാരങ്ങളും നമ്മുടെ യുവതലമുറയ്ക്ക് വേണ്ടിയിട്ടോ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടോ യാതൊന്നും കൊണ്ടുവരാനില്ല. അവരുടെ ഈ പ്രോജക്റ്റും ഇല്ല, ഒന്നുമില്ല. ശൂന്യമായിട്ടൊരവസ്ഥ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു പോകുന്നതാണ് വിദ്യാഭ്യാസ രംഗം. അങ്ങനെ എല്ലാ രംഗവും അത് തന്നെയാണ്. സ്തംഭനാവസ്ഥയാണ് കേരളത്തിൽ. ഞാൻ കേരളത്തിൻ്റെ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ കേരളീയനാണ്. മറ്റ് സംസ്ഥാനക്കാരൊക്കെ അവർ എല്ലാ തരത്തിലും ഉയർന്നു വരുമ്പോൾ സാമ്പത്തികമായിട്ട് ഉയരുന്നു, വ്യാവസായികമായിട്ട് ഉയരുന്നു, വിദ്യാഭ്യാസപരമായിട്ട് ഉയരുന്നു, കാർഷികമായിട്ട് ഉയരുന്നു. അവരുടെ കാശുണ്ട്. നമ്മുടെ നാട് വന്ന് ഇപ്പം എല്ലാ തരത്തിലും സാമ്പത്തികമായിട്ട് അടിഞ്ഞുപോയി. വൃദ്ധജനങ്ങൾക്കും വയോജനങ്ങൾക്കും ഒക്കെ കൊടുത്തിരുന്ന ഈ ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലേക്ക് കേരളം താണു പോയി. അപ്പം നമ്മളുടെ കേരള സംസ്ഥാനം ഭരിച്ചിരുന്ന രണ്ട് മുന്നണികളും അല്ലെങ്കിൽ രാഷ്ട്രീയം നമുക്ക് പറയണ്ട, 20 പേര് ഇവിടുന്ന് പോയിരുന്നല്ലോ. എന്നിട്ട് നമ്മുടെ സംസ്ഥാനത്തിന് നമ്മൾ ആഗ്രഹിച്ച ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ടോ, വളർച്ച ഉണ്ടായിട്ടുണ്ടോ? ഇക്കാര്യം ഒന്ന് ചിന്തിച്ച് വേണം നമ്മൾ ഇപ്രാവശ്യം തിരഞ്ഞെടുപ്പ് ബൂത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ വോട്ടവകാശം രേഖപ്പെടുത്താൻ ഈ വിരലിലെ മഷി കുത്തുന്നതിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും പ്രാധാന്യവും ഉണ്ട്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയെയാണ് തീരുമാനിക്കുന്നത്, രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെയാണ് തീരുമാനിക്കുന്നത്, രാജ്യത്തെ യുവജനങ്ങളെയാണ് ഭാവിയെയാണ് തീരുമാനിക്കുന്നത്. ഇതൊക്കെ കരുതി രാജ്യസുരക്ഷയെയാണ് ബാധിക്കുന്നത്, രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയാണ് ബാധിക്കുന്നത്, രാജ്യത്തിൻ്റെ കാർഷിക വ്യവസ്ഥയാണ് ബാധിക്കുന്നത്, രാജ്യത്തിൻ്റെ വ്യാവസായിക വളർച്ചയാണ് ബാധിക്കുന്നത്. അതുപോലെ നമ്മുടെ നാട്ടിലെ ഓരോ പൗരൻ്റെയും അവൻ്റെ വളർച്ചയെയാണ് ബാധിക്കുന്നത്, അവൻ്റെ അവകാശത്തെയാണ് ബാധിക്കുന്നത് എന്നോർത്ത് നിങ്ങൾ ചിഹ്നം നോക്കാതെ, നിങ്ങൾ ഏത് പാർട്ടിയിലോ ചെറുപ്പകാലം തൊട്ട് വിശ്വസിച്ചോ എടുത്തോ ഇല്ലേ ഇതൊന്നും നിങ്ങൾ നോക്കാതെ രാജ്യപുരോഗതിക്ക് വേണ്ടി ആരാണോ നിലകൊള്ളുന്നത്, കഴിഞ്ഞ 9 വർഷം അല്ലെങ്കിൽ 10 വർഷമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഉണ്ടായ പുരോഗതി, അത് പ്രധാനമന്ത്രി മോദിജി, എനിക്കത് പറയാൻ യാതൊരു മടിയുമില്ല, ധൈര്യക്കുറവുമില്ല, നേതൃത്വത്തിലുള്ള അഴിമതിരഹിതമായിട്ടുള്ള ഭാരതത്തിൻ്റെ വളർച്ച കണ്ടിട്ട് ഇനിയും അവിടെ BJPയും അനുബന്ധ NDA മുന്നണി മാത്രമേ കേന്ദ്രത്തിൽ ഭരിക്കത്തുള്ളൂ. അതിന് യാതൊരു സംശയവുമില്ല. എടുത്തു പറയത്തക്ക യാതൊരു ന്യൂനതയും പറയാനില്ലാത്ത ആ കേന്ദ്ര ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ ഇവിടുന്ന് പോകുന്ന 20 പേര് പ്രതിപക്ഷത്ത് പോയിരുന്നിട്ട് പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം പോലും അവർക്ക് നിറവേറ്റാനാവത്തുമില്ല, അവർ നിറവേറ്റിയിട്ടുമില്ല എന്ന് ഓരോ നിയോജക മണ്ഡലം എടുത്താലും നിങ്ങൾക്ക് കഴിഞ്ഞ 70 വർഷമായിട്ട് നിങ്ങൾക്കറിയാൻ പറ്റും. ഓരോ കോൺഗ്രസ് MP ഇവിടുന്ന് പോയവർ അവരുടെ മണ്ഡലം എന്തോ വികസിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ആ മണ്ഡലത്തിലെ വ്യക്തികൾ ചിന്തിക്കുക. രാഷ്ട്രീയം മറന്ന് പുരോഗമനത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ വോട്ടവകാശം വിനിയോഗിക്കണമെന്നാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറയുന്നത്. ഇത് ഞാൻ ഇനിയും കുറച്ച് ഇങ്ങനെ അടുത്തടുത്ത വീഡിയോകൾ
നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യത്തെപ്പറ്റും രാഷ്ട്രീയമായി തന്നെ ചിന്തിച്ച് രാഷ്ട്രബോധവും രാഷ്ട്രീയ ബോധവും പുരുഷന്മാരോടൊപ്പം സ്ത്രീകൾക്കും വേണം. ഇപ്പം നമ്മൾ എത്ര സ്ത്രീകളാണ് രാഷ്ട്രീയ രംഗത്തുള്ളത്, എത്ര പേരാണ് കേന്ദ്ര മന്ത്രിസഭയിലുള്ളത്, ഏതെല്ലാം തലപ്പത്ത് സ്ത്രീകളുണ്ട്, എവിടെല്ലാം സ്ത്രീകൾ ഉന്നതങ്ങളിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ എനിക്കും പറയാൻ അവകാശമില്ലേ? പറയാൻ അവകാശമുള്ളൂ. നിങ്ങൾക്ക് വോട്ട് നിങ്ങളുടെ ഉത്തരവാദിത്വം അനുസരിച്ച് അതിനനുസരിച്ച് നമുക്ക് പ്രയോജനമുള്ളവരെ നാടിന് നന്മ ചെയ്യുന്നത് നമുക്ക് വ്യക്തിപരമായ നേട്ടമല്ല. അങ്ങനെ ഒരു നേട്ടവും ഒരു വ്യക്തിക്കും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഉണ്ടാകുന്നവരുണ്ട്, അത് ഏറ്റവും താഴെക്കടയിൽ ഉള്ള ആളുകൾക്ക്. മിഡിൽ ക്ലാസ്സിനൊന്നും ഏത് ഗവൺമെൻറ് വന്നാലും വ്യക്തികൾക്കൊന്നും നേട്ടം ഉണ്ടാകത്തില്ല. വ്യക്തികൾക്കല്ല നേട്ടം, സമൂഹത്തിനാണ് നേട്ടം. നമ്മൾ മുന്നോട്ടിറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് വാഹനം നമുക്ക് സുഖമായിട്ട് ഓടിച്ചു പോകാനുള്ള റോഡുകൾ വേണം, നമുക്ക് കറണ്ട് വേണം, വൈദ്യുതി വേണം, വെള്ളം വേണം, അവശ്യ വസ്തുക്കൾ വേണം, നമ്മുടെ രാജ്യം സുരക്ഷിതമായിരിക്കണം. ഇതൊക്കെയാണ് ഓരോ പൗരൻ്റെയും കടമ. നമ്മുടെ യുവജനങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ നിലനിൽക്കാൻ, ഈ ഇന്ത്യ വിട്ടോടി പാശ്ചാത്യ രാജ്യങ്ങളിൽ അഭയം പ്രാപിച്ച് ഇന്ത്യ ഒരു അനാഥപ്പെട്ട രാജ്യമായിട്ട്, പ്രത്യേകിച്ച് കേരളം അനാഥരുടെ ഒരു ഇടമായിട്ട് മാറാതിരിക്കാൻ നിങ്ങൾ ഇപ്രാവശ്യം ചിന്തിച്ച് വോട്ട് ചെയ്യുക. നമ്മുടെ നാടിന് ഇവിടുന്ന് ഏത് MP അവിടെ പോയി ഇരുന്നാൽ 5 വർഷം കൊണ്ട് നമ്മുടെ നാടിന് എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റും? അവിടെ പോയിരുന്ന് പ്രതിപക്ഷത്തിരുന്ന് പ്രസംഗിച്ചിട്ട് പോരുന്നതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. സിന്ദാബാദ് വിളിച്ചിട്ട് പോന്നിട്ട് യാതൊരു പ്രയോജനമില്ല. പ്രയോജനം ഉണ്ടാക്കിയില്ല, ഉണ്ടായിട്ടുമില്ല എന്ന് തെളിവ് സഹിതം ഒന്നും ചെയ്തിട്ടില്ലെന്ന് നമ്മുടെ പത്തനംതിട്ട ജില്ല തൊട്ട് അതെൻ്റെ അടുത്ത വീഡിയോകളിൽ ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചിന്തിച്ച് അവരുടെ നാടിനോടുള്ള അവനവൻ്റെ പൗരത്വ ബോധമനുസരിച്ച് ഉത്തരവാദിത്വ ബോധത്തോടെ വോട്ട് ചെയ്യുക. വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ.